സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. ഇടത് സംഘടനാ നേതാവായ CN രാമന്റെ നിയമനമാണ് കോടതി റദ്ദാക്കിയത്. CN രാമന് മതിയായ യോഗ്യതയില്ലെന്നും കോടതി വിലയിരുത്തി. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിട്ട് സർക്കാർ നിയമിച്ച CN രാമന് യോഗ്യതയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ നിയമനം റദ്ദാക്കിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിട്ട് കഴിഞ്ഞ മാസമാണ് ഇയാളെ നിയമിച്ചത്. ഇടത് സംഘടനാ നേതാവാണ് CN രാമൻ. ഹൈക്കോടതിയോട് ആലോചിക്കാതെയാണ് നിയമനം നടത്തിയത്. ഒപ്പം തന്നെ ഈ CN രാമന് നേരത്തെ തന്നെ മതിയായ യോഗ്യതയില്ലെന്ന ഉള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഇത് ഹൈക്കോടതിയും വിലയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാമന് വിരമിക്കൽ ആനുകൂല്യം അടക്കം നൽകരുതെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ നിയമപ്രകാരം ബോർഡിന് ഉള്ളിൽ തന്നെ മതിയായ യോഗ്യതയുള്ള ജീവനക്കാരുണ്ടെങ്കിൽ ദേവസ്വം കമ്മീഷണറായിട്ട് അത്തരം ജീവനക്കാരെയാണ് നിയമിക്കേണ്ടത്. പക്ഷേ അതിന് പുറത്ത്, ബോർഡിന് പുറത്തു നിന്നുള്ള ആളെയാണ് നിലവിൽ നിയമിച്ചിട്ടുള്ളത്. ഇത് കോടതിയുടെ നേരത്തെയുള്ള മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. നേരത്തെ സുപ്രീം കോടതിയും ഇത് സംബന്ധിച്ച് ചില വ്യക്തതകൾ വരുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഈ ദേവസ്വം കമ്മീഷണറെ അടക്കം നിയമിക്കുന്ന വേളയിൽ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങണം എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ ഹൈക്കോടതിയോട് കൂടിയാലോചന നടത്തണം എന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ CN രാമന്റെ നിയമനത്തിന് ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ CN രാമന്റെ നിയമനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഹൈക്കോടതി ഈ നിയമനം റദ്ദാക്കുകയും വിരമിക്കൽ ആനുകൂല്യങ്ങൾ അടക്കം നൽകരുതെന്നുള്ള നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളും പരാതികളും നേരത്തെ തന്നെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് ഇത്തരമൊരു ഹർജി ദേവസ്വം ബെഞ്ചിലെ ഫയൽ ചെയ്തത്. ആ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി നിയോഗിച്ച ഹൈപ്പവർ കമ്മിറ്റിയോടോ അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറോടോ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് യാതൊരു കൂടിയാലോചനയും സർക്കാർ നടത്തിയിരുന്നില്ല. ഇക്കാര്യവും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CN രാമൻ ഇന്ന് വിരമിക്കാനിരിക്കെ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിർണായകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്.